നമസ്കാരം. എന്ന നിശയിലേക്ക് അവർക്കും സ്വാഗതം. വിദ്യാർത്ഥികളുടെ സമരം തകൃതിയായി നടക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ തയ്യാറില്ല, സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല, സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങില്ല എന്ന തീരുമാനമാണ് BJPക്കും കൂട്ടർക്കും. ഒരു വകുപ്പ് ആദ്യമായിട്ടൊന്നല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജും അതുപോലെ തന്നെ മാർക്ക് തട്ടിപ്പും അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നതൊന്നും കേരളത്തിലും ഭാരതത്തിലും ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. പക്ഷെ വിദ്യാർത്ഥികൾ പുതിയ തലമുറയാണ്. വിദ്യാർത്ഥികൾക്ക് ഇത്തരം സംഗതികളൊക്കെ വളരെ പുതുമയുള്ള സംഗതിയാണ്. നമ്മളെപ്പോലെ ജീവിതത്തിൽ ഏറെ തിക്താനുഭവങ്ങൾ കണ്ട ആൾക്കാർക്ക് വളരെ നിസ്സംഗതയോ ഇത്തരം കാര്യങ്ങളോട് ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, ഇതിലൊന്നും നമുക്കൊന്നും ഒരു പുതുമയുമില്ല. ഇത് അതിൻ്റെ വഴിക്ക് എങ്ങനെ പോകും. ഡൂംഡാണ്. നമ്മളെപ്പോലെ സ്വാധീനവും ഇല്ല, സമ്പത്തും ഇല്ല, ജനറേഷൻ വെൽത്തും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന അതിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവാണ്. ഭാഗ്യം കിട്ടിയ ഭാഗ്യം, അല്ല എങ്കിൽ നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ നിയമവാഴ്ചയൊന്നുമില്ല. ഇവിടെ ഡെമോക്രസി പേരിന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്നോറും നേരത്തെ വരികയാണ്. അപ്പോൾ നമ്മൾ ഒരാൾ വിളിച്ച് ശബ്ദം ഉയർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നുകിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. ജീവിതം എന്താണ് നമുക്ക് തരുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതിന് കുറേ പോസിറ്റീവ് തിങ്കിങ് ഒക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. കാരണം ഇവിടെ ജുഡീഷ്യറി സ്ട്രോങ് അല്ല, അതുകൊണ്ട് തന്നെ ഇത്രയും മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ കൂടും. കാരണം ഇവിടെ നമുക്കൊരു വീഴ്ച വന്നു, നമുക്ക് കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കോടതി നമ്മുടെ ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യപ്പെടില്ല. ഭാരതത്തിൽ അതില്ല. അവിടെ പൈസ കൊണ്ടുപോയി കൊടുത്ത് നീതി പർച്ചേസ് ചെയ്യുന്നൊരു സംഗതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ കോടതി പോകാൻ തന്നെ സന്ദേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ അതിനെതിരെ ശബ്ദമുയർത്തി അത് സംഘടിപ്പിച്ച് ഒരു മാസ് അജിറ്റേഷൻ ഉണ്ടാക്കി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. മര്യാദയ്ക്ക് രാജിവെച്ചൊഴിഞ്ഞാൽ മുഖം രക്ഷിക്കാം, മോദിക്കും മുഖം രക്ഷിക്കാം, അല്ലാതെ പാർട്ടിക്ക് മുഖം രക്ഷിക്കാം. പക്ഷേ ബലം പിടിക്കുകയാണെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി ആരാൻ്റെ കത്തി എന്നെ കുത്തി എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മുമ്മയൊക്കെ പറയുന്നുണ്ട്, വിഭീഷണൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, വിനാശകാലേ വിപരീത ബുദ്ധി ആരാൻ്റെ കത്തി എന്നെ കുത്തി. അപ്പം ആ വിനാശകാലത്ത് വിപരീത ബുദ്ധിയാണ്. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് എന്താ ഇപ്പോൾ ഇതൊരു പുതിയ തെറ്റാണോ? ഇതിപ്പോൾ നിങ്ങൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ നടന്നിട്ടില്ലേ, CPM ഭരിക്കുമ്പോൾ നടക്കുന്നില്ലേ? എന്നിട്ട് അവർക്കൊന്നും ഇല്ലാത്ത രാജി എന്തിനാ നമുക്ക് രാജി നമ്മൾ വെക്കുന്നത്? മറ്റുള്ളിടത്തൊക്കെ മറ്റു നാട്ടിലൊക്കെ ആണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുമോ? ഇല്ല. ഇവിടെ ഒരു ഫ്യൂഡൽ ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ടല്ലേ രാജിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അത്രയും ഈ സെപ്റ്റിക് ഈ തീട്ടക്കുഴികളൊക്കെ ചുമക്കേണ്ട ആവശ്യം പാർട്ടിക്കുണ്ടോ? എന്തിനാ? നിങ്ങളൊന്ന് മാറി നിന്നേ, ഞങ്ങളൊന്ന് ഭരിക്കട്ടെ എന്നല്ല സാമാന്യ മര്യാദകളോട് പറയുന്നു. അപ്പോൾ അത്രയും തെറ്റ് ചെയ്യുന്നൊരു മനുഷ്യനെ ഇവരൊക്കെ കൂടി ഭയക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടിയുടെ ഫണ്ട് കളക്ടറാണെന്നാണ് പറയുന്നത്. അത്രയ്ക്കും സ്വാധീനവും മസിൽ പവറും മണി പവറും ഉള്ളൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPക്കോ മോദിക്കോ അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാനുള്ള ധൈര്യമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒപ്പം നിൽക്കുക, കാരണം നിവൃത്തിയില്ല. പക്ഷേ ഏത് ദിശയിലേക്ക് ഇനി സമരം പോകുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അത് ഇപ്പോൾ ചെയ്ത പ്രതിച്ഛായ ഇവിടെ ആരും ചെയ്തിട്ടില്ല, അവിടെ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നഷ്ടം BJPക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. ഇവിടെ
നമ്മളൊരു നീറ്റ് പരീക്ഷയിൽ സെലക്ഷൻ കിട്ടുന്നതെല്ലാം തന്നെ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുടുംബങ്ങളിലെ, മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സിലും കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മാത്രമാണ് കിട്ടുന്നത്. സാധാരണക്കാർക്ക് ഈ നീറ്റ് പരീക്ഷയിലൊന്നും പാസ്സാവുന്നില്ല. അവർക്കൊന്നും അവിടേക്ക് അതിൻ്റെ 4 അയലക്കത്തേക്ക് പോലും കടന്നുകൂടാൻ പറ്റുന്നില്ല. കാരണം അതിന് കോച്ചിങ്, ഇൻറ്റൻസ് കോച്ചിങ്, അതിൻ്റെ അപ്പുറത്തെ കോച്ചിങ് ഒക്കെ ഉണ്ട്. ക്രാഷ് കോഴ്സ്, ഇൻറ്റൻസ് കോച്ചിങ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേരിട്ടിട്ട് ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട്. ചില പിള്ളേരെ സ്കൂളിലൊന്നും പറഞ്ഞയക്കാണ്ട് നേരിട്ട് ഈ കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടുപോയി 11, 12 അങ്ങോട്ട് ചേർക്കും. വീടിനോട് ഒരു ബന്ധവും ഇല്ലാണ്ട് നിർത്തി 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷമൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. അതിലും കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. അത് സാധാരണക്കാരൻ്റെ മകൾക്കോ മകനോ കൊടുക്കാൻ സാധാരണക്കാരനായ രക്ഷിതാവിന് കഴിയുമോ? അപ്പോൾ ദേ കം നോവർ നിയർ ആ റാങ്കിൻ്റെ അടുത്ത് കൂടി പോലും വരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ ജനാധിപത്യ വിരുദ്ധതയുണ്ട്. അവിടെ സാധാരണക്കാരനായ മക്കൾക്ക് നീറ്റ് പരീക്ഷ ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. പിന്നെ ഈ കാശുകാർ മക്കളെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്താക്കി പഠിപ്പിച്ച് ജയിച്ച് വന്നാൽ തന്നെ ഇവർ എൻജിനീയറോ ഡോക്ടറോ ആയിട്ട് കിട്ടുക. അതായത് സർക്കാർ ചെലവിൽ പഠിക്കുകയാണ്. നീറ്റ് പരീക്ഷ എഴുതി സർക്കാർ ചെലവിൽ വലിയ വലിയ സ്ഥലങ്ങളിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവർ പോകുന്നത് ഇന്ത്യനെ സെർവ് ചെയ്യാനല്ല, ഭാരതത്തെ സെർവ് ചെയ്യാനല്ല. ഇവർ പോകുന്നത് യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റ് വിദേശ രാഷ്ട്രങ്ങളോ കൂടുതൽ പൈസ മോഹിച്ചു പോവാണ്. അപ്പം നല്ലൊരു ബ്രെയിൻ ഡ്രെയിൻ അങ്ങോട്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഭാരതത്തെ അവർ സെർവ് ചെയ്യുന്നേ ഇല്ല. പിന്നെ ഇവരുടെ ഒരു വിഷയം നമ്മുടെ വിഷയം അങ്ങനെ ആകേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ചോർച്ച നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇത്രയും എൻട്രൻസ് കോച്ചിങ്ങുകൾക്കൊക്കെ പൂട്ടിടേണ്ട ഒരു നിയന്ത്രണം വെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനാധിപത്യത്തിൽ സാധാരണക്കാരുടെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്കും അവർക്കും ഇതിലേക്കൊക്കെ സീറ്റ് കിട്ടണം. അവർക്കും പഠിക്കാനുള്ള അർഹതയുണ്ട്. അപ്പോൾ അവർക്ക് ഡിനൈ ചെയ്യാണ് ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഉള്ള ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പർച്ചേസ് ചെയ്തിട്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരുടെ മക്കൾക്ക് അത് ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധതാണ്. അതുകൊണ്ട് എൻ്റെ സിസ്റ്റം പൊളിച്ചെഴുതേണ്ടതുണ്ട്. മണി മസിലും ഉണ്ട് എന്ന് കരുതി കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി ചിലരെ ചവിട്ടി അമർത്തി അടിച്ചമർത്തിയൊക്കെ ഭരിക്കുക, അല്ലെങ്കിൽ ചിലരുടെ മേളിൽ വേറൊരാൾ വന്ന് ബുളി ചെയ്യുക, എന്നിട്ട് അവർക്കും കൂടി അർഹതപ്പെട്ടത് തട്ടിയെടുക്കുക എന്നൊക്കെ പറയണത് അത്ര അന്തസ്സുള്ള കാര്യമല്ല. അത് 21-ാം നൂറ്റാണ്ടിൽ നടക്കില്ല. ഈ സമരം കേരളത്തിലും വരണം. കേരളത്തിലെ ഈ വിദ്യാലയങ്ങളെല്ലാം തന്നെ മിക്കവാറും എയ്ഡഡ് മാനേജ്മെൻറ്റാണ്. അവിടെ കാശുള്ള ഭർത്താവിൻ്റെ ഭാര്യ, കാശുള്ള അപ്പൻ്റെ മകള്, കാശുള്ള അമ്മയുടെ മകളൊക്കെയാണ് അവിടെ ജോലിക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കഴിവുള്ള മിടുക്കുള്ള അധ്യാപകർ ഇല്ല. അവരൊന്നും ആ പണിക്ക് പോകുന്നില്ല. നല്ല അധ്യാപകരാവും. അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞ് ഞാൻ വരുന്നത്, നീറ്റാണെങ്കിലും അധ്യാപക വൃത്തിക്കാണെങ്കിലും പാഷനുള്ളവരല്ല വരുന്നത്. ആപ്റ്റിറ്റ്യൂഡ് വലിയൊരു ഘടകമാണ്. ആപ്റ്റിറ്റ്യൂഡുള്ള ആൾക്കാരല്ല അതിന് വരുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത കാശിൻ്റെ മിടുക്കൊണ്ട് വരുന്നവരാണ്. അപ്പോൾ ഇത്രയും കാശ് ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്, അത്ര കാശ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമല്ലോ എന്ന രീതിയിലാണ് അവർ ഒരു രോഗിയെ കാണുന്നത്. ഒരു രോഗിയെ ഒരു പൊട്ടൻഷ്യൽ ആളാണ്. നമുക്ക് ഈ ഒരാളെ വന്നിറങ്ങി ഇതിൽ നിന്ന് എത്ര കാശ് പിഴിയാമെന്നൊരു ഡോക്ടർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്രയും കാശ് ഡോക്ടർ മുടക്കിയതുകൊണ്ടും ഡോക്ടർക്ക് പാഷൻ ഇല്ലാത്തതുകൊണ്ടും ഡോക്ടർക്ക് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊരു സിസ്റ്റത്തിന് തകരാറാണ്. ഈ സിസ്റ്റം പൊളിച്ചെഴുതണം. അത് ഇവിടെ പിൻവാതിലിലൂടെ നിയമിക്കപ്പെടുന്ന ആണ് അധ്യാപകരെല്ലാം തന്നെ. ആ അധ്യാപക നിയമനവും PSCക്ക് വിടണം. അതേസമയം ദില്ലിയിൽ നടത്തിയ ഇവരൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇവിടുത്തെ ആൾക്കാരൊക്കെ അതേ സമരം ഇവിടെ നടത്തണം. ചെറുപ്പക്കാർ സംഘടിക്കണം. ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും അധ്യാപകരാവാൻ അർഹതയുണ്ട്, ഞങ്ങൾ നല്ല അധ്യാപകരാണ്, ഞങ്ങളുടെ ചാൻസ് എന്താ ഞങ്ങൾക്ക് ഡിനൈ ചെയ്യുന്നത്, ഞങ്ങൾ ഇന്ന് എന്തിനാണ് തട്ടിയെടുക്കുന്നത് എന്നൊരു ചോദ്യം ഇവരും ഉയർത്തി ഇവിടെയും സമരം നടത്തേണ്ടതുണ്ട്. മൊത്തം സിസ്റ്റം
പൊളിച്ചെഴുതിയേ മതിയാവൂ. ഡെമോക്രസിയാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഈക്വലാണ്. അപ്പോൾ അവിടേക്ക് വരാതിൽ ചിലർ ഭരിക്കാനും മറ്റുള്ളവർ ഭരിക്കപ്പെടാനും എന്നുള്ള പിന്തിരിപ്പൻ ചിന്താഗതിയാണ് ഇപ്പോഴും നടക്കുന്നത്. അത് തകർത്ത് തരിപ്പണമാക്കണം. ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു മന്ത്രിയെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ മന്ത്രി ആ സ്ഥലത്തുനിന്ന് പോകേണ്ടതാണ്. മറ്റുള്ളവർ തെറ്റ് ചെയ്യാണ്ടവരല്ല. ഇപ്പോൾ ഇവിടുത്തെ ഇതിനു മുന്നേ പിണറായി വിജയൻ അപ്പോയിൻമെൻറ്റിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം തെറ്റുകാരനാണ്. പക്ഷെ അന്ന് ജനങ്ങൾ ഇതേപോലെ സംഘടിച്ചിട്ട് ജനങ്ങൾ പറയാണ് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ രാജിവെക്കുക തന്നെ വേണം. ഇവിടുത്തെ ആൾക്കാർ അത്ര ആർജവം അന്ന് കാണിച്ചില്ല. ഇന്ന് ആർജവം കാണിച്ചു വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടാത്ത ജനപ്രതിനിധി എന്തിനെ, അല്ലെങ്കിൽ മന്ത്രി എന്തിനെ? മാന്യത, പാർട്ടിയുടെ മുഖച്ഛായ രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇപ്പോൾ അത് ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ ടോട്ടൽ അനാർക്കിയാവും. കുഞ്ഞു കുട്ടികളെ തല്ലി ചതച്ചു എന്നുള്ള ചീത്തപ്പേര് മോദിക്കുണ്ടാവും. അപ്പോൾ അത്തരം മോദിയുടെ മറ്റ് ഭരണത്തിൻ്റെ മറ്റ് മികവുകൾ പോലും അതിനെ നള്ളിഫൈ ചെയ്യും, നിഷ്പ്രഭമാക്കും ഇത്തരം ഡിസിഷൻസൊക്കെ. ജനങ്ങൾക്ക് വേണ്ടാത്ത മന്ത്രി രാജിവെക്കുക, അത് തന്നെയാണ് നടക്കുന്നത്. അഴിച്ചുപണിയുക. എൻ്റെ സിസ്റ്റം അഴിച്ചുപണിക്ക് വിധേയമാക്കണം. കാരണം ഈ കുഞ്ഞു കുട്ടികൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് വിവരമുണ്ട്. അവർ ലോകം മുഴുവൻ ഈ നെറ്റിൽ കൂടെ കാണുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത ഒരു ഭരണം കാഴ്ചവെക്കാൻ തയ്യാറാവണം. നന്ദി, നമസ്കാരം.